ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ പാർട്ട് 4 ആണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പാർട്ട് 4ൽ നമ്മളിന്ന് ചെയ്യുന്നത് വിപ്പഡ് ബാക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത് വിപ്പഡ് റണ്ണിങ് ആണ്. ഹാൻഡ് എംബ്രോയ്ഡറിയുടെ പാർട്ട് 1 മുതൽ കാണുന്നവർക്ക് വിപ്പഡ് ബാക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ബാക്ക് സ്റ്റിച്ചും റണ്ണിങ് സ്റ്റിച്ചും നമ്മൾ ചെയ്തു, വിപ്പഡ് റണ്ണിങ്ങും ചെയ്തു. അതേപോലെ തന്നെയാണ് വരുന്നത് വിപ്പഡ് ബാക്കും. അപ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എളുപ്പത്തിൽ മനസ്സിലാവും. ഈ 3 എണ്ണവും കണ്ടിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വിപ്പഡ് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിലാണ് നമ്മൾ വിപ്പഡ് റണ്ണിങ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഫസ്റ്റ് നമ്മളിതിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം അതിലാണ് നമ്മൾ വിപ്പഡ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് സ്റ്റിച്ചിൽ എന്തെങ്കിലും ഡൗട്ടുള്ളവർ പാർട്ട് 2 ഒന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ ഇപ്പം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ വിപ്പഡ് ബാക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ വേറൊരു ത്രെഡ് എടുത്തിട്ടുണ്ട്. സെയിം ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നതുണ്ട്, പക്ഷേ ഇതിന് മനസ്സിലാവണമെങ്കിൽ, ഇതിൻ്റെ ഭംഗി കുറച്ചുകൂടെ കാണണമെങ്കിൽ നമ്മൾ ഇങ്ങനെ 2 കളർ വെച്ച് ചെയ്യുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. പാർട്ട് 3ൽ നമ്മൾ വിപ്പഡ് റണ്ണിങ്ങിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് ചെയ്തെടുത്ത സ്റ്റിച്ചിൻ്റെ താഴെ കൂടെ നമ്മൾ ഈ പുതിയ നൂല് കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് വിപ്പഡ് റണ്ണിങ്ങിൽ ചെയ്തതുപോലെ തന്നെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വലിച്ച് പിന്നെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് വലിച്ചു കൊണ്ടുവരിക, അങ്ങനെ ചുറ്റിച്ചു കൊണ്ടുവരിക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കാരണം നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് പോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കിട്ടണമെന്നില്ല. എനിക്കങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് ചെയ്ത് ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂടുതൽ ഫോക്കസ് ചെയ്യാണ്ട് വീഡിയോയിലോട്ട് ഫോക്കസ് ചെയ്യുക, കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാർട്ട് 1 മുതൽ ഈ പാർട്ട് 4 വരെയുള്ള സ്റ്റിച്ചിങ്ങൊന്നും അത്ര വലിയ പാടുള്ള സ്റ്റിച്ചിങ്ങൊന്നുമല്ല. ഇനി അങ്ങോട്ടുള്ളതും പാടുള്ളത് എന്നല്ല പറയുന്നത്, എന്നാലും കുറച്ചും കൂടി ശ്രദ്ധിക്കണം. ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും കറക്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഓരോന്നിൻ്റെ അകലം ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ചിന് ഭംഗി കൂടുതലുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മുടെ വിപ്പഡ് ബാക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്തത് ഒരു പൈനാപ്പിളിൻ്റെ പിക്ചറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഏതായാലും നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പം നമുക്ക് നാളെ ഇതേ സമയത്ത് കൃത്യം 11:30 പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.